ഇന്ന് വളരെ പ്രധാനപ്പെട്ട രണ്ട് പത്രസമ്മേളനങ്ങൾ നമ്മുടെ മുൻപിലേക്ക് എത്തുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. മറ്റൊന്നുമല്ല, ഇന്ന് രാവിലെ 10:30 മണിക്ക് PK ഫിറോസ് യൂത്ത് ലീഗ് നേതാവ് മാധ്യമങ്ങളെ കാണും. PK ഫിറോസിന് നേരെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡോക്ടർ KT ജലീൽ ഉന്നയിച്ച വളരെ പ്രധാനപ്പെട്ട ആരോപണങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഈ പറയുന്ന ഫോർച്യൂൺ ഹൗസ് LLC എന്ന് പറയുന്ന ഒരു കമ്പനിയിലെ സെയിൽസ് മാനേജറാണ് PK ഫിറോസ് എന്നതാണല്ലോ ഇപ്പോൾ രേഖകളിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. മറ്റാർക്കും കിട്ടാത്ത ശമ്പളം 22,000 ദിർഹം, അതായത് നമ്മുടെ നാട്ടിൽ ഏകദേശം 5.25 ലക്ഷത്തോളം രൂപ PK ഫിറോസിന് കിട്ടുന്നു. നമ്മൾ എപ്പോൾ നോക്കിയാലും PK ഫിറോസിനെ കേരളത്തിൽ കാണാം. അവിടെ ജോലിക്ക് പോകുന്നത് നമ്മളിതാരും കണ്ടിട്ടില്ല. അതുമാത്രമല്ല, ഒരു സെയിൽസ് മാനേജർക്ക് ഇത്രയധികം ശമ്പളം കിട്ടുമോ എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പോൾ ഗൾഫ് നാടുകളിൽ സജീവമായി വൈറലായി നിൽക്കുകയാണ്. ആ ജോലി കിട്ടുന്ന കമ്പനി ഏതാണെന്ന് അറിയാൻ വേണ്ടി ആളുകൾ ഇടിച്ചു നിൽക്കുന്നതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതുമാത്രമല്ല, ഇന്നലെ KT ജലീൽ പുറത്തുവിട്ട മറ്റു ചില പ്രധാനപ്പെട്ട രേഖകൾ കൂടിയുണ്ട്. ഈ ഫോർച്യൂൺ ഹൗസ് LLC എന്ന് പറയുന്ന കമ്പനിയിൽ ആകെ 3 പേരാണ് അത്രയുള്ളത്. അവർ 3 പേര് മാനേജർമാരാണ്. 3 പേർ മാനേജർമാരായിട്ട് മാത്രമുള്ള ഒരു കമ്പനി ലോകത്ത് മറ്റെവിടെയെങ്കിലും ഉണ്ടാകുമോ എന്ന സംശയമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. ഏതായാലും PK ഫിറോസ് ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇന്ന് രാവിലെ പത്രസമ്മേളനമുണ്ട്. അതിനുശേഷം PK ഫിറോസ് ഈ പത്രസമ്മേളനം കഴിഞ്ഞിറങ്ങുമ്പോൾ വൈകിട്ട് 3:30 ഡോക്ടർ KT ജലീലിന്റെ പത്രസമ്മേളനവും ഇന്ന് നടക്കാൻ വേണ്ടി പോകുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇന്നത്തെ രാഷ്ട്രീയ ദിവസത്തിന്റെ ഗതിവിഗതികൾ ഈ 2 പത്രസമ്മേളനങ്ങൾ തീരുമാനിക്കുമോ? കാത്തിരിക്കാം. ഇപ്പോൾ എന്നോടൊപ്പം ചേതൻ ചേരുകയാണ് കോഴിക്കോട് നിന്ന് വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി. ചേതൻ, ആരോപണങ്ങളുടെ മുൾമുനയിൽ നിൽക്കുകയാണ് PK ഫിറോസ്. ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടതുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ഇന്നത്തെ പത്രസമ്മേളനത്തിൽ, വാർത്താ സമ്മേളനത്തിൽ ഉത്തരം പ്രതീക്ഷിക്കാമോ, അതോ ഉരുണ്ടുകളിയായിരിക്കുമോ? തീർച്ചയായും മനു, ഒരു പിടി ഗുരുതര ആരോപണങ്ങളാണ് ഈ യൂത്ത് ലീഗ് നേതാവായ PK ഫിറോസിനെതിരെ KT ജലീൽ MLA ഉയർത്തിയത്. ഈ വിഷയം ഉയർത്തി നാൾ ഒരുപാടായെങ്കിലും ഇതുവരെ PK ഫിറോസ് മാധ്യമങ്ങളെ കണ്ടില്ല. മനു, ഈ PK ഫിറോസിനെ അറിയാവുന്നവർക്കറിയാം, എന്തെങ്കിലും ഒരു സർക്കാരിനെതിരെ എന്തെങ്കിലും ഒന്ന് വീണ് കിട്ടിയാൽ ഉടൻ തന്നെ പത്രക്കാരെ കാണുകയോ അത് സാമൂഹ്യ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയോ ചെയ്യുന്ന ആളാണ് PK ഫിറോസ്. പക്ഷേ നാളിതുവരെയായും PK ഫിറോസ് ഒരക്ഷരം പോലും സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരോടോ ഈ കാര്യത്തിൽ സംസാരിച്ചിട്ടില്ല എന്നതുകൂടി നമ്മൾ എടുത്തു കാണേണ്ടതാണ്. ഇന്ന് 11:30-ക്കാണ് PK ഫിറോസ് ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളെ കാണുന്നത്. കോഴിക്കോട് ലീഗ് ആസ്ഥാനത്ത് വെച്ചാണ് മാധ്യമങ്ങളെ കാണുന്നത്. ഒരു പിടി ഗുരുതര വെളിപ്പെടുത്തലുകളാണ് ഈ KT ജലീൽ MLA PK ഫിറോസിനെതിരെ ഉയർത്തിയത്. അതിൽ നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ദുബായ് കമ്പനിയിൽ ഈ സെയിൽസ് മാനേജറായി ജോലി ചെയ്യുന്ന ഈ PK ഫിറോസ് മാസം 5.25 ലക്ഷം രൂപ ശമ്പളമായി വാങ്ങുന്നു. അതെന്ത് തരം ജോലിയാണ്? നമുക്കറിയാം, ഒരു സെയിൽസ് മാനേജറുടെയൊക്കെ ആ ശമ്പളം പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമാകുന്നതാണ് എന്ത് കാര്യത്തിനാണ് ഇത്രയും അധികം തുക PK ഫിറോസിന്റെ അക്കൗണ്ടിലേക്ക് എത്തുന്നത് എന്ന കാര്യം കൂടി. കേരളത്തിൽ കാണാറുണ്ടല്ലോ. ആ PK ഫിറോസ് എങ്ങനെയാണ് ഗൾഫിൽ ജോലി ചെയ്യുന്നത്? ഇത്രയും ശമ്പളം വാങ്ങി ഗൾഫിൽ ജോലി ചെയ്യുന്നത്? ഇവിടെ മുഴുവൻ സമയം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് ജോലി ചെയ്യുന്നത്? വർക്ക് ഫ്രം ഹോം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കത് എത്ര കണ്ട് വിശ്വസിക്കാൻ കഴിയും? അതുമാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നത് എന്താണ്? അഡ്വക്കേറ്റ്, അതായത് വക്കീൽ പണിയാണ് പ്രൊഫഷൻ എന്നല്ലേ? അങ്ങനെ വക്കീൽ പണി എടുക്കുന്ന ഒരു വ്യക്തിക്ക് അത്തരത്തിൽ മറ്റു ജോലികൾ ചെയ്യാൻ സാധിക്കുകയില്ലല്ലോ. അതൊക്കെ വളരെ ഗൗരവതരമായ വസ്തുതകളാണ്. ഇതിനൊക്കെ രേഖകൾ സഹിതമുള്ള മറുപടിയാണ് നമുക്ക് വേണ്ടത്, അതല്ലാതെ രാഷ്ട്രീയ മറുപടികളല്ല വേണ്ടത്. KT ജലീൽ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് രേഖകൾ സഹിതം പൊതുസമൂഹത്തിന് മുൻപിലേക്ക് വെച്ചുകൊണ്ടാണ്. അതിന് രേഖകൾ സഹിതം തന്നെ മറുപടി പറയാൻ PK ഫിറോസിന് പറ്റുമോ എന്നാണ് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. അതെ മനു, ഈ PK ഫിറോസ് 2021 താനൂർ ഇലക്ഷനിൽ മത്സരിച്ചു. അന്ന് സ്വത്ത് വെളിപ്പെടുത്തിയിരുന്നു. ഇലക്ഷനായി മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അന്ന് വെളിപ്പെടുത്തിയത് 25 ലക്ഷം രൂപയുടെ കടം തനിക്ക് ഉണ്ടെന്നാണ്. ഈ 4-5 വർഷത്തിന് ശേഷം എങ്ങനെ ഇത്രയും വലിയൊരു തുക ഇയാൾ കോടീശ്വരനായി എന്ന കാര്യം കൂടി എടുത്തു പറയേണ്ടതാണ്. കാരണം ആരോപണ വിധേയൻ പൊതുപ്രവർത്തകനാണ്. സ്വാഭാവികമായും പൊതുസമൂഹത്തോടും തൻ്റെ പാർട്ടി പ്രവർത്തകരോടും അത് വെളിപ്പെടുത്തേണ്ട ബാധ്യത PK ഫിറോസ് ഉണ്ട്. അത് ഇന്ന് ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുമാത്രമല്ല മനു, ഈ റിവേഴ്സ് ഹവാല വഴി ഇവിടുന്ന് പണം അങ്ങോട്ടേക്ക് കടത്തി അത് വൈറ്റ് മണിയാക്കി ഇങ്ങോട്ടേക്ക് വരുന്നു എന്ന ആരോപണം, റിവേഴ്സ് ഹവാല അടക്കമുള്ള വിഷയങ്ങളും KT ജലീൽ MLA ഉയർത്തിയിട്ടുണ്ട്. കേരളത്തിൽ പലയിടത്തും ബിനാമി സംരംഭങ്ങൾ PK ഫിറോസിനുണ്ടെന്നുള്ള ഗുരുതര വെളിപ്പെടുത്തലും കൂടിയുണ്ട്. അതിലൊന്നാണ് ബ്ലൂഫിൻ എന്ന പേരിൽ വില്ലാ പദ്ധതി. മനു, നമുക്കറിയാമല്ലോ, ഒരു വില്ലാ പദ്ധതിക്ക് തുടങ്ങണമെങ്കിൽ അതിന് എത്ര കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം വേണമെന്ന്
പറയുമെന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. അപ്പോൾ ഈ പി കെ ഫിറോസ് ഇതുപോലെ മനു സൂചിപ്പിച്ച പോലെ ഒരു അഭിഭാഷകനായ പി കെ ഫിറോസ് എങ്ങനെ ഇത്രയും വലിയ പണം ലഭിച്ചു? അത് മാത്രമല്ല മനു, ഇദ്ദേഹം പി കെ ഫിറോസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചാൽ അത്ര വലിയ സമ്പന്ന കുടുംബത്തിലൊന്നുമല്ല, വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലാണ് പി കെ ഫിറോസ് ജനിച്ചത്. എന്നിട്ട് എങ്ങനെ ഇത്രയും വലിയ തുക താൻ കോടീശ്വരനായി എന്ന കാര്യമടക്കം ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. അത് മാത്രമല്ല മനു, ഈ യൂത്ത് ലീഗ് ധോത്തി ചാലഞ്ച് എന്ന പേരിൽ ഒരു ചാലഞ്ച് നടത്തിയിരുന്നു. അതായത് മുണ്ട് 500 രൂപയ്ക്ക് മുകളിൽ മുണ്ട് വിൽക്കുന്ന ഒരു ധോത്തി ചാലഞ്ച്. അത് കെ ടി ജലീൽ MLA പറഞ്ഞത് വെറും 200 രൂപ മാത്രം വിലയുള്ള ഈ മുണ്ടാണ് ഈ 500ഉം 600ഉം രൂപയ്ക്ക് വിറ്റത്. ഈ ഒരു കാര്യം കൂടി മനു എടുത്തു പറയേണ്ടതുണ്ട്. അതായത് ഈ കെ ടി ജലീൽ പറഞ്ഞത് തനിക്ക് ഈ വിവരങ്ങളൊക്കെ ലഭിച്ചത് അത് ഈ ലീഗ് നേതൃത്വത്തിൻ്റെ ഇത്തരത്തിലുള്ള ഈ വ്യതിയാനങ്ങൾ മനംമടുത്ത് സാധാ പ്രവർത്തകരാണ് തന്നോട് ഈ കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞത് എന്ന കാര്യം കൂടി നമ്മൾ എടുത്തു പറയേണ്ടതാണ്. അത് മാത്രമല്ല ഒരു വിഷയം കൂടി എടുത്തു കാണേണ്ടതുണ്ട്, ഈ പ്രായപരിധി വിഷയം. അതായത് 10 കൊല്ലമായി ഈ പി കെ ഫിറോസ് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് തുടരുന്നുണ്ട്. ഈ പ്രായപരിധിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പല നേതാക്കളെയും പ്രായപരിധിയുടെ പേരിൽ ഈ ലീഗ് നേതൃത്വം തഴഞ്ഞെങ്കിലും പി കെ ഫിറോസിനെ 10 വർഷമായും അവിടെ എന്തുകൊണ്ട് നിലനിർത്തുന്നുള്ളൂ എന്ന കാര്യം കൂടി നമ്മൾ എടുത്തു കാണേണ്ടതാണ്. ഇന്നലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ദില്ലിയിൽ ലീഗിൻ്റെ ദേശീയ നേതാക്കളോടൊക്കെ ചോദ്യം ചോദിച്ചപ്പോൾ അവരൊന്നും ഈ പി കെ ഫിറോസിനെ ന്യായീകരിച്ച് രംഗത്ത് വന്നില്ല എന്ന കാര്യം കൂടി നമ്മൾ എടുത്തു പറയേണ്ടതാണ് മനു. എല്ലാ ആരോപണങ്ങൾക്കും ഉന്നയിച്ച എല്ലാ പരാതികൾക്കും പി കെ ഫിറോസ് നേരിട്ട് മറുപടി പറയും എന്നാണ് അവർ എല്ലാവരും അറിയിച്ചത്. ഏതായാലും ഇന്ന് 11:30 പി കെ ഫിറോസ് മാധ്യമങ്ങളെ കാണുന്നത്. ഉന്നയിച്ച എല്ലാ ഗുരുതര വെളിപ്പെടുത്തലിനും മറുപടി പറയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ പി കെ ഫിറോസിൻ്റെ ഒരു ശൈലി പരിശോധിച്ചാൽ നമുക്കറിയാം, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പെട്ടെന്ന് മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അദ്ദേഹം അവിടുന്ന് ഉരുണ്ട് കളിച്ച് ഓടുന്ന ഒരു പതിവും നമുക്ക് കാണുന്നുണ്ട്. അത് നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഉയർന്ന എല്ലാ പരാതികൾക്കും അദ്ദേഹം കൃത്യമായ മറുപടി പറയുമെന്നാണ് നമ്മൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് മനു.